നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനേ ഒരു കളിപ്പീര് വീഡിയോ എന്ന് ഞാൻ പറയും, എൻ്റെ ഭാഷ പറഞ്ഞ കളിപ്പീര് വീഡിയോ നൈറ്റിയാണ്. എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് കാണിക്കാനൊക്കെ ഉള്ള എളുപ്പത്തിന് ഇന്ന് നൈറ്റി ഇടുന്നത് എൻ സ്റ്റൈലിൻ്റെ നൈറ്റി മാത്രമാണ് കാണിക്കുന്നത്. എൻ സ്റ്റൈലിൻ്റെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നൈറ്റിയുണ്ട്, അല്ലാത്ത അത്യാവശ്യം റേറ്റുള്ള നൈറ്റിയും ഉണ്ട്. രണ്ടും കാണിക്കാവേ. ഇന്ന് ഇതാദ്യം ഇതെല്ലാം മാറ്റി വെക്കണേ. 399 നൈറ്റീസാണ്. ഇത് സൈസ് വന്നിട്ട് എക്സലാണ്. എക്സൽ എന്ന് പറഞ്ഞാൽ ഒരുമാതിരി XXL വണ്ണമുള്ളവർക്ക് അത്യാവശ്യം നല്ല സൈസുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള കോട്ടണിൻ്റെ മെറ്റീരിയലാണ്. ഇതുണ്ടോ, കോട്ടൺ ആണോ റയോൺ ആണോ? ഇത് ഉണ്ടോ, ബാക്ക് നെക്ക് ഇങ്ങനെ. എൻ സ്റ്റൈലിൻ്റെ നൈറ്റി എല്ലാവർക്കും നന്നായിട്ട് അറിയാമല്ലോ. ഇങ്ങനത്തെയൊക്കെ നൈറ്റി എപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്, കൂടുതൽ പറയേണ്ട കാര്യമില്ല. 399 ആണ് ഇപ്പോൾ കാണിക്കുന്നതെല്ലാം. 399. അടുത്തത് ഒരു ബ്ലാക്ക് ഷെയ്ഡാണ്. ബ്ലാക്ക് ആണോ നേവി ബ്ലൂ ആണിത്? നേവി ബ്ലൂ അല്ലേ? നേവി ബ്ലൂ. അന്നും അത് കണ്ണും പിടിക്കത്തില്ലെന്ന്. കണ്ണും പിടിക്കത്തില്ലെന്നുള്ള പുതിയ കാര്യമല്ലല്ലോ, എല്ലാവർക്കും അറിയാം. എൻ്റെ നോട്ട ഞാൻ നോക്കുന്ന കാണുമ്പോൾ അത് കണ്ണ് കാണത്തില്ലാത്തതിന് ഇപ്പം എന്നാ, അതിപ്പോൾ വലിയ കാര്യമാണോ അല്ലേ? ഇപ്പോൾ 10 വയസ്സുള്ള പിള്ളേർ തൊട്ട് 5 വയസ്സുള്ള പിള്ളേർ വരെ കണ്ണട വെച്ചാൽ ഒന്നും കാര്യമില്ല. പ്രായമായെന്ന് അറിയിക്കാനേ എല്ലാവർക്കും ഇച്ചിരി ഇത് തോന്നില്ലേ? ഒന്ന് റിപ്പീറ്റ് വരുന്ന പ്രത്യേകിച്ച് നോട്ട് ചെയ്തേക്കണം, അല്ലെങ്കിലുണ്ടല്ലോ, അല്ലെങ്കിൽ ഒന്നുമില്ല. 399. ഇത് ചുരിദാർ കട്ടും മറ്റേ നൈറ്റി കട്ടും മിക്സ് ആയിട്ട് വരുന്നുണ്ട്. പോക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഫോണൊക്കെ ഇട്ടുകൊണ്ട് നടക്കാം. അടുക്കളയിൽ കൂടെ ഒക്കെ പോവോ, ഗാർഡനിങ്ങിനൊക്കെ പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഫോണൊക്കെ ഇട്ട് ചെയ്യാം. കടുകിടാന്നോ ഇതിനകത്ത് കടുകിടാന്ന്? ബുദ്ധിയുള്ളവർ സംസാരിക്കട്ടെ അല്ലേ? നമ്മൾ എന്നാ പറയുന്നത്, ബുദ്ധിയുള്ളവർ അവരുടെ ബുദ്ധിക്ക് സംസാരിക്കട്ടെ. ഇപ്പം എന്നാ പറയുന്നത്, എൻ്റെ മുഖമൊക്കെ അപ്പം ഇടുമിച്ചല്ലേ ഇരിക്കുന്നത്. എപ്പോഴും ഈ കഥ പറയാൻ നേരോട്. ഞാനൊരു കാര്യം പറയട്ടെ, ധൃതിയുള്ളൊരു സ്കിപ്പ് ചെയ്ത് പോക്കും, എന്നാലും എനിക്കിങ്ങനെ ഈ വിശേഷങ്ങളൊക്കെ പറയാം. നമ്മൾ വീട്ടിൽ വരുമ്പോൾ നമ്മൾ വിശേഷങ്ങൾ പറയല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി ബോധം കിട്ടുപോയി. പിന്നെന്നറിയട്ടെ, ഞാൻ പിന്നെയും പറയുക, ധൃതിയുള്ളൊരു സ്കിപ്പ് ചെയ്ത് പോക്കോട്ടോ. കേൾക്കാൻ ഇഷ്ടമുള്ളവരോ സമയമുള്ളവരൊക്കെ കേട്ടാൽ മതി. ഞാൻ ചുമ്മാ പറയാം. വീട്ടുകാരോട് വരുമ്പോൾ കാര്യങ്ങളൊക്കെ നമ്മൾ പറയല്ലേ. ഞാനുണ്ടല്ലോ രാത്രി കിടന്ന് നല്ല ഉറക്കമായിരുന്നേ. ഉറക്കത്തിൽ എനിക്കൊരു ചെറിയ വയറുവേദന പോലെ തോന്നി. അപ്പോൾ ഈ നമുക്ക് ചെറിയ വേദനയൊക്കെ എഴുതുന്നത് നല്ല ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാൻ വലിയ മടിയല്ലേ. അത് കഴിഞ്ഞ് ഈ വയറുവേദന കൂടി വന്നപ്പോൾ ഞാൻ ചാടി എഴുന്നേറ്റുണ്ടല്ലോ. എന്നെ വേദന എനിക്ക് പറഞ്ഞ് മനസ്സിലാകുന്നില്ല. ടോയ്ലറ്റിൽ പോകാനാണ് എന്നെ. ഞാൻ ടോയ്ലറ്റിലോട്ട് പോയിട്ട് ഹസ്ബൻഡിൻ്റെ അടുത്ത് കിടന്ന് കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുന്നുണ്ടേ. എന്നിട്ട് ടോയ്ലറ്റിൽ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി പണി പാടുക. കാലിനകത്ത് നിന്ന് ഇങ്ങനെ ഒരു തണുപ്പരിച്ച് കയറി അങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ. ശരീരം എല്ലാം കിലികിലാന്ന് ഈ തല വട്ടം കയറി. ഞാൻ ഇപ്പോൾ ടോയ്ലറ്റിൽ നിന്ന് വീണ്ടും വെളി ചാടി ഒരു ഗ്ലാസ് വെള്ളം, അവിടെ എപ്പോഴും വെള്ളം ബെഡ്റൂമിൽ കാണുമല്ലോ, വെള്ളം എടുത്ത് കുടിക്കാൻ വന്നപ്പോൾ എന്തെങ്കിലും അങ്ങ് പോവുക. അപ്പോൾ ഞാൻ ചാടി വിളിച്ചു, ഹസ്ബൻഡിനെ വിളിച്ചു. പക്ഷെ അത് ചേച്ചൻ പറഞ്ഞ് ഇങ്ങനെ വിളിച്ചിട്ടുണ്ടല്ലോ. അന്നേരം പുള്ളിയും ചാടി എഴുന്നേറ്റ് ഞാൻ തിരിച്ച് ടോയ്ലറ്റിൽ പോയി. ആ ടോയ്ലറ്റിൻ്റെ എന്താ പറയുന്നത്, സീറ്റിൽ കയറി ഇരുന്നത് ഞാൻ ഓർക്കുന്നുണ്ടേ. പിന്നെ ബോധമില്ല. പിന്നെ ബാക്കി കഥ അവരൊക്കെ പറഞ്ഞാൽ എനിക്കറിയത്തില്ല. ബോധമില്ല. എൻ്റെ മുഖത്ത് വെള്ളം എല്ലാം അടിച്ചിട്ടൊന്നും ബോധമില്ല കേട്ടോ. അത് കഴിഞ്ഞ് പുള്ളിക്കാരനെ ഒച്ച വെച്ച് അലറി മോനെയൊക്കെ വിളിച്ചു. അപ്പോൾ അവർ വേറെ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് മുറിക്ക്. അവനാണ് ഡോറും അടച്ചിട്ടിട്ടാണ് കിടക്കുന്നത്. അവൻ അറിയുന്നില്ല. പുള്ളി ഓടി കിച്ചണിൽ പോയി പഞ്ചസാര എടുത്ത് വായിക്കൊണ്ട് വെച്ചപ്പോഴത്തേനും ഞാൻ ബോധം തെളിഞ്ഞു. ഇപ്പോൾ ഉണ്ടല്ലോ, ബോധം തെളിഞ്ഞപ്പോൾ ഞാൻ കാണുന്നുണ്ടല്ലോ, നമ്മൾ ലെൻസിനകത്തോടെ കാണുമ്പോൾ മനുഷ്യൻ്റെ മുഖം ഇങ്ങനെ അങ്ങനെയാണ് കാണുന്നത്. ഹസ്ബൻഡിൻ്റെ മുഖം ഇട്ട് പഞ്ചസാരയാണെങ്കിൽ കയ്യിലൊരു ഇച്ചിരി വിടും. അതൊക്കെ എനിക്ക് ഇത്രയും വലിയ വെള്ള പോലെ കാണും. എന്നാ പറ്റിയെന്ന് അറിയത്തില്ല. ഭയങ്കര പ്രഷർ താന്നു. ഇപ്പോൾ ഹോസ്പിറ്റലിലൊന്നും പോയൊന്നുമില്ല കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഈ നേരം വരെ അതിനുവേണ്ടി ഹോസ്പിറ്റലിൽ പോയില്ല. എന്തോ പ്രഷർ താന്നോ ഷുഗർ താന്നോ എന്തോ ഫുഡ് പിടിക്കാഞ്ഞോ എന്തോ ആണ്. ഹോസ്പിറ്റലിൽ പോകാത്തതിന് ഒത്തിരി പേര് എന്നെ വഴക്ക് പറഞ്ഞു. പിന്നെ ഞാനത് കുറേയൊക്കെ നമുക്ക് അതിജീവനം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് നേടിയെടുക്കണം എന്നുള്ള വിചാരത്തില്ല. ഇപ്പം ഞാൻ തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം നമ്മൾ ഹോസ്പിറ്റലിലോട്ട് ഓടാൻ തുടങ്ങി കഴിഞ്ഞാലേ പിന്നെ സീരിയസ് ആയി കഴിഞ്ഞാൽ പോവാം. ഇതൊക്കെ മനുഷ്യനല്ലേ, ഞാൻ പറയുന്നില്ല, വണ്ടിയല്ലേ, എഞ്ചിനല്ലേ, ചിലപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് സ്റ്റക്കാവും. എനിക്ക് അതിനകത്ത് തോന്നിയ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഒരു സെക്കൻഡ് മതി. ഒരു സെക്കൻഡ് കൊണ്ടാണ് നമ്മുടെ എന്തോ ഒരു ചെറിയൊരു വിഷയത്തിൻ്റെ പേരിൽ നമ്മളുടെ അല്ലേ മൊത്തം ലൈഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ഒരു ഇതായിട്ടങ്ങ് പോയി, മാറി മറിഞ്ഞ് അങ്ങ് പോയി എന്ന് പറയാം. അത്രയേ ഉള്ളൂ എന്ന് ഞാൻ ഓർക്കുവാണേ. നമ്മളൊക്കെ പിന്നെ എന്തിനു ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ആകുലപ്പെടുന്നേ. ഞാൻ ഇതും കഴിഞ്ഞ് ഇന്നലെ എറണാകുളം വരെ ഒരു യാത്രയും പോയി. ആ
3 മണി സമയത്ത് ആ വയ്യാഴി കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് 8 മണിയായി എറണാകുളത്തിന് പോയി. ഹസ്ബൻഡ് ആവശ്യം അത്ര പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നല്ല ക്ഷീണമായിരുന്നു കേട്ടോ, ഭയങ്കര ക്ഷീണമായിരുന്നേ. എന്നിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞാൽ വന്നത് എന്നാണെന്നറിയാമോ, ഞാൻ കാറേ ഇരുന്ന് പാലോചിച്ചതാണ്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ആകുലപ്പെടുന്നു, ടെൻഷൻ അടിക്കുന്നു, മറ്റേത് മറിച്ചത്, പിന്നെ മക്കളുടെ കാര്യം, ബിസിനസ്സിൻ്റെ കാര്യം, വയ്യായികയുടെ കാര്യം, അല്ലേ, നമുക്ക് മാത്രമുള്ള സാമ്പത്തിക പ്രശ്നങ്ങളുടെ കാര്യം, ഇങ്ങനെ ഓരോ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ടെൻഷൻ അടിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്. ഒന്നുമില്ല, ഒരു സെക്കൻഡ് മതി ഇതെല്ലാം നിന്ന് പോകാൻ. അപ്പോൾ ഒത്തിരി ഒന്നും ആരും ടെൻഷൻ അടിക്കണ്ട കേട്ടോ, ഒന്നിനെപ്പറ്റി ആകുലപ്പെടണ്ട. നമ്മൾ ഒറ്റയ്ക്ക് വന്നു ഒറ്റയ്ക്ക് പോകും, അങ്ങനെ വിചാരിച്ചാൽ മതി. ഞാനങ്ങനെ ഓർത്ത് കേട്ടോ, അതങ്ങ് ചുമ്മാ ഷെയർ ചെയ്യുന്നേ, വലിയ ആനക്കാര്യമൊന്നുമില്ല, ആർക്കും അറിയത്തില്ലാത്ത കാര്യമൊന്നുമില്ല. എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. കേട്ട് ബോറടിച്ചവർ ക്ഷമിക്കണേ. ധൃതിക്കാർ ഒത്തിരി പേരുണ്ട്, ഒത്തിരി പേരില്ല, കുറച്ച് പേരുണ്ട്. ബാക്കിയുള്ളവരൊന്നും ധൃതി ഇല്ലാത്തവർ, അവർ കേട്ടാൽ മതി. ഈ അടുത്ത നൈറ്റി നല്ല റെഡിഷ് മെറൂൺ കളർ കേട്ടോ. ഇത് പിന്നെ ഉണ്ടല്ലോ, ഓരോന്നിനും ഒത്തിരി സ്റ്റോക്ക് ഇല്ല കേട്ടോ, ഓരോന്നിനും ഒത്തിരി സ്റ്റോക്ക് വീതമില്ല, ഓരോരോ കളറുകളാണ്. ചിലതിനൊക്കെ 2-3 പീസൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതിപ്പോൾ നൈറ്റി കട്ടല്ല, ചുരിദാർ കട്ടാണ്, രണ്ടും മിക്സ് ആയിട്ടായിരിക്കുന്നത്. അജ്രക്ക് പ്രിൻ്റാണ്, അതാണ് ഇതിൻ്റെ ഗുണം. നല്ല കോട്ടനാണ്, എൻ സ്റ്റൈൽ ബ്രാൻഡാണ്, XL സൈസാണ്. ഇതെല്ലാം XL സൈസാണ്. XXL ഇത് ലാർജാണ്, XL അല്ല ലാർജാണ്. ലാർജാണെങ്കിലും അത്യാവശ്യം വണ്ണമൊക്കെ എനിക്കൊക്കെ പറ്റും. എനിക്ക് ചില ചുരിദാർ ലാർജും ചില ചുരിദാർ XL ഇപ്പം. അപ്പം വലിയ വണ്ണമില്ലാത്ത XLകാർക്കും പറ്റും. ഇതും ലാർജാട്ടോ. ഈ നൈറ്റിക്ക് എക്സ്ചേഞ്ച്, റിട്ടേൺ, റീഫണ്ട് ഒന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ ബ്രാൻഡഡ് സാധനത്തിനൊക്കെ വളരെ വലിയ പ്രോഫിറ്റ് കുറവാണ്. ബ്രാൻഡഡ് സാധനത്തിനൊന്നും അല്ല, അങ്ങനെ ഓവർ പ്രോഫിറ്റ് ഒന്നിനും ഇടുന്നില്ല. കാരണം ഓൺലൈനിൽ ഞാൻ ഇതിനെപ്പറ്റി എല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. ഇതിപ്പോൾ ലാർജ്, പക്ഷേ അതുകൊണ്ട് തന്നെ ഇത് റിട്ടേൺ റീഫണ്ടും ഒക്കെ വന്നു കഴിഞ്ഞാലേ വലിയ മെനക്കേട്. ഇതിൻ്റെ സൈസ് ലാർജ്, ഇതെല്ലാം ലാർജ് കേട്ടോ, മിക്സ് ചെയ്തായിരിക്കുന്നത്. അങ്ങനെ വേണ്ടായിരുന്നു. പ്രിൻ്റ് നോക്കിക്കോണം, ഇതിനകത്ത് പ്രിൻറ്റിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം വരുന്നത് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ഈ പ്രിൻ്റാണ് ഇഷ്ടപ്പെട്ടത്, ഈ പ്രിൻ്റ് ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വേറൊരു പ്രിൻ്റ് എടുത്തോ. വളരെ മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസം ഉള്ളതുകൊണ്ട് ലെങ്ത് ഇത്രയുണ്ട് കേട്ടോ, നല്ല ലെങ്ത് ഉണ്ട്, ഒരു 50 മേളിൽ ലെങ്ത് ഉണ്ട്. പിന്നെ ഓൾട്ടർ ചെയ്യേണ്ടവർക്ക് ഓൾട്ടർ ചെയ്ത് ഇടാം. ഇതെല്ലാം മിക്സ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. ഇത് XL, മുമ്പേ ആദ്യം കാണിച്ചതിൻ്റെ ഈ നൈറ്റ് ഇപ്പോൾ എത്രയാമത്തെ കാണിക്കുന്നത്? ഇത് അത് തന്നെയല്ല, ഇതും അത് തന്നെയല്ലേ, ആദ്യം കാണിച്ചല്ലേ. നല്ല റിപ്പീറ്റ് ഉണ്ട്, നമ്പർ ഇടുമ്പോൾ ഓർത്തോണേ. XL, ഇത് XL ആട്ടോ. ഇങ്ങനൊരു ചെറിയൊരു പൈപ്പിങ് തന്നെയാണ്, ശരി, അത്രേ ഉള്ളൂ. ഇസബെല്ലയുടെ ഓൺ നൈറ്റി ബ്രാൻഡ്, ഇസബെല്ലയുടെ ഓൺ നൈറ്റി വരുന്നുണ്ട് കേട്ടോ. കാണിക്കാവേ, പറ്റുമോയെന്നറിയില്ല. മിച്ചമൊക്കെ വന്നാൽ കാണിക്കാം. ലൈറ്റ് കളർ വേണ്ടവർക്ക് കേട്ടോ. നല്ല കോട്ടൺ നൈറ്റി കേട്ടോ. ഞാൻ എൻ സ്റ്റൈൽ ബ്രാൻഡ് ആയതുകൊണ്ടും എല്ലാവർക്കും പരിചിതമായതുകൊണ്ടുമാണ് ഇതിനെപ്പറ്റിയൊന്നും കൂടുതൽ പറയാത്തത്. നല്ല കോട്ടൺ നൈറ്റിയാണ്, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. എൻ സ്റ്റൈലിൻ്റെ എന്താ പറയുക, കുറഞ്ഞതാണെന്നൊന്നും വിചാരിക്കേണ്ട, ചുമ്മാ ഈ ചീട്ടിത്തുണി പോലത്തെ ഒന്നും ആണെന്ന് വിചാരിക്കേണ്ട, നല്ല തുണിയാണ്. റേറ്റ് കുറയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു വിചാരം മനസ്സിലുണ്ടാവുമല്ലോ, അങ്ങനെയൊന്നും വിചാരിക്കേണ്ടെന്നേ. ഇതിലൊന്നും കാര്യം, ഈ റേറ്റ് കൂടിയതിനോ വലിയ റേറ്റ് ഉള്ളതിനോ ഒന്നും ഒരു കാര്യമില്ല. ഞാൻ പണ്ട് തൊട്ടേ പറയുന്നൊരു കാര്യം ഇത്, അതൊക്കെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ തോന്നല്ല. പിന്നെ ഇപ്പോൾ എൻ്റെ ആങ്ങളയുടെ കല്യാണത്തിന് പോകണം, ആങ്ങളെ കല്യാണം കഴിഞ്ഞ് 2 പിള്ളേരുമായി, അല്ല ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു, ആങ്ങളയുടെ കല്യാണത്തിന് പോകണം. അപ്പം നമ്മൾ ഇച്ചിരി റേറ്റ് ഉള്ളതൊക്കെ എടുക്കുന്നതിന് നൈറ്റ് ഇട്ടുകൊണ്ടല്ല. എനിക്ക് ഇത്രയും മന്ദബുദ്ധികളെ ഇട്ടേക്കുന്നതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. അയ്യോ എൻ്റെ ദൈവമേ, ഞാനൊരു കാര്യം പറയുന്നത് മുഴുമിപ്പിക്കാൻ അനുവദിക്കുക. എനിക്കിപ്പോൾ എൻ്റെ ആങ്ങളയുടെ കല്യാണത്തിന് പോകണമെങ്കിൽ ഇച്ചിരി റേറ്റുള്ള സാരിയോ എന്തോ ആണ് സാധനമൊക്കെ ഇടുന്നത്, കുഴപ്പമില്ല. ഈ ഡെയിലി ചുമ്മാ ഒരു ഫംഗ്ഷന് പോകുമ്പോഴെല്ലാം ഈ 1000 രൂപയുടെ ഒന്നും മേടിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അത്ര പറയാൻ വന്നത്, അതിന് മുന്നേ തൊക്കി കയറി വെടി വെച്ചു. ഇത് കളറില്ലേ, ഒരു ബ്ലാക്കും മെറൂണും എല്ലാം കൂടി മിക്സഡ് ആയിട്ടുള്ളതാണ്. പ്രിൻ്റഡ് അല്ലാത്തതും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇതെല്ലാം XL അല്ലേ സൈസ്? ഒരു മിനിറ്റ്, സൈസ് പറഞ്ഞില്ല. XL, ഇതും XL. ഇടയ്ക്കൊരു 2-3 ലാർജ് കയറിയിരുന്നു. ഇത്രയും നൈറ്റി ഉള്ളതുകൊണ്ടാണ് പറ്റിയത്. ഇത് കാണിച്ചത് തന്നെ ഞാൻ കാണിക്കുന്നുണ്ടെന്ന് പറയണേ. XL,
അല്ലെങ്കിൽ കുഴപ്പമില്ല, ഇത് കാണിച്ച് തന്നെ കാണിക്കുന്നുണ്ടെങ്കിലുണ്ടല്ലോ നിങ്ങൾ നമ്പർ മാത്രം നോക്കിയാൽ മതി, അതേ ഉള്ളൂ നടക്കുകയുള്ളൂ. നമ്മൾ നമ്പർ നോക്കിയാണ് ബുക്കിംഗ് എടുക്കുന്നത്. ഇതുണ്ടോ, ഇതാണ് അജ്രക്കിൻ്റെ ആ പ്രിൻ്റ് ഉണ്ടോ, ബാക്ക് ഇങ്ങനെ വരും. നല്ല നല്ലൊരു എന്നാ പറയുന്നത്, ബ്രാൻഡഡ് ഇട്ടെന്ന് അതിൻ്റേതായ ഒരു ഇത് കാണുമായിരിക്കാം. കാണിച്ചോന്നെ സംശയം ബാക്കിട്ട് എല്ലാം ഒരുപോലെ ഇരിക്കുന്നു. നല്ല കളറാട്ടോ, ആർക്കും ഇഷ്ടപ്പെടും ഈ കളറ്, ഈ റെഡിഷ് മെറൂൺ കളറ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്, നല്ലൊരു കളറ്. ഇത് ലാർജാട്ടോ. ഇത് മിക്സാക്കിയായിരിക്കുന്നത്, അത് വേണ്ടായിരുന്നു. ലാർജാണേലും ഇതുണ്ടോ, ഇത്രയും ഉണ്ട് കേട്ടോ. അത്യാവശ്യം ചെറിയ വണ്ണമുള്ള എക്സൽകാർക്ക് പറ്റും. തീരെ ചെറുതായിട്ട് പോകുന്നില്ല, ഇറക്കോ വണ്ണം ഒന്നും കുറഞ്ഞു പോകുന്നില്ല. ഞാനൊക്കെ ഡബിൾ എക്സൽ ഇട്ടുകൊണ്ടിരുന്ന ആളാ. സെയിമാ? അല്ല, വേറെയാ. ഇത് വേറെയാ. ഇത് നോക്ക്, ഉണ്ടോ, രണ്ടല്ലേ. കണ്ണാടി വെച്ചിട്ടും വിശേഷമില്ല, ഇല്ല വിശേഷം ഇല്ല. ഞാനിപ്പോൾ ഈ മോദം കെട്ട കഥയൊക്കെ പറയുമ്പോൾ ഇന്ന് ഷോപ്പിൽ വന്നവരൊക്കെ ഓർക്കും, ഈ പുള്ളിക്കാരത്തെ അതിലെ പയറ് പോലെ നടക്കുന്ന കണ്ടാണല്ലോ. ഞാനില്ലേ കൂടെ കിടപ്പുണ്ടായിരുന്നു. ഇന്നലെ ഇല്ലായിരുന്നു കേട്ടോ, ഇന്നലെ എറണാകുളം പോയി. പിന്നെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് പോയതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ വീഡിയോ കണ്ട 2 കസ്റ്റമേഴ്സൊക്കെ വന്നു. അന്നേരം ഞാനില്ലേ തെറിച്ച് നടപ്പുണ്ടായിരുന്നു. അപ്പോൾ അവരോർക്കും ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു? മിനിങ്ങാന്ന് രാത്രിയിലാണ്. എനിക്ക് ആദ്യമായിട്ട് ബോധം കെടുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത്, ശരിക്കും പറയുക. എനിക്കെന്നിട്ട് എപ്പോഴും അത് തന്നെയാണ്. എന്നെ അല്ലേ ഒരു എത്ര മിനിറ്റ് നേരത്തേനാണെങ്കിലും നമ്മൾ ലോകത്തില്ലാതായിപ്പോയി. ഒന്നും മനസ്സിലായത്. ലാർജേ നല്ല നൈറ്റി അല്ലേ? ഞാൻ റിപ്പീറ്റ് ആണോ കാണിക്കുന്നതെന്ന് എന്നോടൊന്ന് പറയണം കേട്ടോ. എനിക്ക് നല്ല സംശയമുണ്ട്, ഒരെണ്ണം തന്നെ ഒത്തിരി എണ്ണം കാണിക്കുന്നുണ്ടോയെന്ന്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ദിനേശ. കെട്ടിയും കേട്ടാ ചോദിക്കും ദിനേശനായിരുന്നു. അജ്രക്ക് പ്രിന്റ് ആട്ടോ ഈ കാണിച്ചത് മൊത്തം. അജ്രക്ക് കാണിക്കുന്നതിന് എടുത്തോണ്ട് പോയി. ഇത് കാണിച്ചല്ലേ ലാർജ്? ഇത് കാണിച്ചതാണേ, ഇത് കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഇനി ഇത് പേപ്പറാട്ടോ, സ്റ്റിക്കർ 399 നൈറ്റി കഴിഞ്ഞു. ഇനി 420 അങ്ങനെ ഏതാണ്ട് റേറ്റിന് 420 നൈറ്റിയാണ്. എല്ലാത്തിനും എക്സലിന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ പിന്നിൽ റിപ്പീറ്റായിട്ട് വന്നാൽ നിങ്ങൾ ബോധേഡ് ആകേണ്ട, നമ്പർ മാത്രം നോക്കിയാൽ മതി. ചിലപ്പോൾ ഇത് ഒരെണ്ണത്തിന് തന്നെ റിപ്പീറ്റ് വരുന്നുണ്ട്. ഇനി അത് പെറുക്കാൻ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ വീഡിയോ എടുപ്പ് നടപ്പില്ലാത്തതുകൊണ്ട് അത് മൊത്തത്തിൽ നിങ്ങൾ കയറ്റി വിടുക. വീഡിയോ നമ്പർ വ്യത്യസ്തമായിരിക്കും, അത് മാത്രം നോക്കിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് വേണ്ടതിൻ്റെ നമ്പർ കൂട്ടി സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക. 420 കേട്ടോ. ഇതിന് എക്സലാണേ. ഞാൻ കാണിക്കാൻ പോകുന്ന എല്ലാം എക്സൽ സൈസാണ്. എൻ സ്റ്റൈൽ തന്നെയാണ്, എല്ലാം എൻ സ്റ്റൈൽ തന്നെയാണ്. കോട്ടൺ ആണ് മെറ്റീരിയൽ. കോട്ടണോ റയോൺ അല്ല, ഇത് റയോൺ ആണെന്ന് തോന്നുന്നു കേട്ടോ. റയോൺ മെറ്റീരിയലാണ് എനിക്ക് തോന്നുന്നു. ഒന്നുമില്ല, സിമ്പിൾ നൈറ്റി. അതായത് പ്രത്യേകിച്ച് ഒരു സാധനമില്ല, സിമ്പിളായിട്ട്. ഇവിടെ ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ടിട്ടുണ്ട്, ഓപ്പൺ ഉണ്ട്, ബാക്കിലും ഇതുണ്ട്, പ്ലീറ്റ്സ് ഇട്ടിട്ടുണ്ട്. റയോൺ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ റേറ്റ്. അതോ കോട്ടൺ ആണോ? ചിലത് റയോൺ ആണെന്നോ പറയുന്നത് കേട്ടോ. ലൈറ്റ് ഷെയ്ഡ് ഇവിടെ എല്ലാം ഇതുണ്ട് കേട്ടോ, പ്ലീറ്റ്സ് ഉണ്ട് കേട്ടോ. ഈ കളറേൽ അറിയത്തില്ലാത്തതാ. ഉണ്ടോ പീച്ച് ഷെയ്ഡ്. എക്സൽ ആണ് സൈസേ. എക്സൽ എന്ന് പറഞ്ഞ ഒരു സൈസേ ഉള്ളത്, ഫ്രീ സൈസ് ആയിട്ട് വരുന്നതുകൊണ്ട് പറ്റിയതാണ് കേട്ടോ. അല്ലാതെ എക്സലുകാർക്ക് മാത്രമേ ഇടത്തുള്ളൊന്നൊന്നുമില്ല, ലാർജുകാർക്കോ മീഡിയംകാർക്കോ ഒക്കെ ഇടാം. ചെറിയ ഓൾട്രേഷൻ ചെയ്യണമെന്നേ ഉള്ളൂ. നൈറ്റിക്ക് എക്സ്ചേഞ്ചും റിട്ടേണും ഒന്നുമില്ല കേട്ടോ. ഇതെന്തോ ഇങ്ങനെ രണ്ട് ഷെയ്ഡായിട്ടുണ്ട് വരുന്നുണ്ട്. സെൻട്രൽ ഇങ്ങനെ ഡാർക്കും സൈഡിൽ ലൈറ്റ് ഒരു ബേബി പിങ്ക് പോലത്തെ ഒരു ഷെയ്ഡ്.
ബാക്കിലും അങ്ങനെ തന്നെ. നല്ല സുഖമാണ് ഇത് പിടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കൂളിങ്. ഒരു വാഷിങ്ങും കൂടെ കഴിയുമ്പോൾ ഒന്നും നല്ല സുഖമായിരിക്കും. ഇത് വലിയ ഇതൊന്നും ഇഷ്ടമില്ലാതെ ചുമ്മാ സിമ്പിൾ നൈറ്റി ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ, വേറെ ഒന്നും ഇല്ലാതെ. ഇവിടെ ഈ രണ്ട് സൈഡിലും നല്ല പ്ലീറ്റ്സ് ഉണ്ട്, ബാക്കിലും പ്ലീറ്റ്സ് ഉണ്ട്. ഞാൻ മടുത്തു. ലൈറ്റ് ബ്ലൂ റൗണ്ട് നെക്ക്, ബാക്ക് നെക്കും അത്യാവശ്യം ഇറങ്ങിയിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ഇറങ്ങിയിട്ടില്ല. റൗണ്ട് നെക്കും ബാക്ക് നെക്കും ഏകദേശം അടുത്തടുത്ത് ഇറക്കമാണ്. ഒരു 1 ഇഞ്ചിനുമല്ലോ ബാക്ക് നെക്ക് കയറിയിരിക്കുന്നു. റൗണ്ട് നെക്ക് ഫ്രണ്ട് നെക്കിന് ഞാൻ എന്നാ പറഞ്ഞേ, റൗണ്ട് നെക്കും ബാക്ക് നെക്കുന്നോ അങ്ങനെയാണ് പറഞ്ഞത്. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും എന്നാണ് കവി ഉദ്ദേശിച്ചത് കേട്ടോ. എന്നൊക്കെയാണോ? കുറച്ച് ഇച്ചിരി റെസ്റ്റൊക്കെ എടുക്കാനുള്ള ഒരു ടൈമായിരുന്നു എനിക്ക്. വേറെ ഒന്നുമല്ല, ഒരു 2 ദിവസമായിരുന്നു, വേറെ വലിയ റെസ്റ്റൊന്നും എനിക്കൊന്നും വേണ്ടേ എനിക്ക് തോന്നുന്നു. അതെ, കുറച്ച് കാലമായിട്ട് ഈ ഓട്ടം തുടങ്ങിയിട്ട് ഷോപ്പ് മാറുന്നതിൻ്റെ ഇതൊന്നും കാണിച്ച കേട്ടോ. ഇതെന്നാലും ഒന്നുകൂടെ കാണിക്കണമെന്നില്ല, ആദ്യം കാണിച്ച ഗ്രീൻ തന്നെയാണ് ഇത്. അത് നമ്പറിനകത്ത് ഇത് വീണ്ടും കാണും, അത് കാര്യമാക്കണ്ട കേട്ടോ. ഇത് കാണിച്ചതല്ലേ ബ്ലൂ. ഷോപ്പ് തുടങ്ങുന്നതിൻ്റെ അതിന് എല്ലാമായിട്ടേ കുറേ കാലമായിട്ട് ഇങ്ങനെ ഓട്ടം പാച്ചിലും തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ടയർ പഞ്ചറാക്കി തരുന്നതായിരിക്കും. അവിടെ നിൽക്കിച്ചിരി നേരം എന്ന് പറയല്ലേ. ഞാൻ എന്നൊക്കെയാണ് പറയുന്നതെന്ന് വല്ലവരും ആലോചിക്കുമോ? ഇത് കാണിച്ചതല്ലേ, ഇത് കാണിച്ചതാ മുമ്പേ വന്നത്, നമ്പറിനകത്ത് കാണും കേട്ടോ. ഇത് കാണിച്ചതാ, ഇതും കാണിച്ചതാ, ഇതെല്ലാം കാണിച്ചതാ. എനിക്കിത് മൊത്തം റിപ്പീറ്റാണോ? ഇത് 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 കാണിച്ചാണോ? ഇത് ഇനി എന്നാൽ അതങ്ങ് കട്ട് ചെയ്തോ. ഇനിയുള്ള ഇരിക്കുന്ന മുഴുവൻ അത് തന്നെയാണ്. ഒരെണ്ണം കൂടി ഉണ്ട്. അപ്പം ഇതിനെല്ലാം എണ്ണം കൂടുതലുള്ളത് എങ്ങനെയാണ് ഓർഡർ എടുക്കുന്നത്? അത് കട്ട് ചെയ്തോ. ഞാൻ റേറ്റ് കൂടിയ നൈറ്റിയും കൂടെ കാണിക്കാവുന്നവർത്തായിരുന്നേ. 690 എബോവ് വരുന്ന റേറ്റ് വരുന്ന നൈറ്റിയും കൂടെ കാണിക്കാവുന്നവർത്തായിരുന്നു. പക്ഷേ അതേ നമുക്ക് പണിയാകും, കാരണം ഓർഡർ എടുക്കാൻ വലിയ കൺഫ്യൂഷൻ ആവുമേ. എഡിറ്റ് ചെയ്യാൻ ഒത്തിരി സമയം വേണം. അതുകൊണ്ട് അതിനെ അങ്ങ് തൽക്കാലം ഇത് കണ്ടോ, ഇങ്ങനത്തെ നൈറ്റീസാണ്. അടുത്ത ദിവസം തന്നെ ഞാൻ കാണിക്കാം കേട്ടോ. ഒത്തിരി എണ്ണം ഉണ്ട്, ഒത്തിരി നല്ല നല്ല നൈറ്റീസ് ഉണ്ട്. നല്ലതെന്ന് പറഞ്ഞാൽ എല്ലാം നല്ലതാണ് കേട്ടോ. ഇങ്ങനെ ചിലർക്ക് ഈ ലേസൊക്കെ വെച്ചത് ഭയങ്കര ഇഷ്ടമാണല്ലോ, അങ്ങനത്തെ നൈറ്റീസ് ഒത്തിരി ഉണ്ട്. അത് ഞാൻ അടുത്ത ദിവസം കാണിക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്നിച്ച് കാണിച്ചു കഴിഞ്ഞാലേ നിങ്ങളും മടുക്കും വീഡിയോ കണ്ട് ഇല്ലേ. എൻ്റെ കത്തി കേൾക്കുന്നതിന് തന്നെ അവാർഡ് തരണം. അതിൻ്റെ കൂടെ പിന്നെ ഇത് ഇത്രയും എണ്ണത്തിനകത്തൊന്നും എടുക്കാൻ ഭയങ്കര വേണ്ടവരൊക്കെ 4-5 എണ്ണമൊക്കെ ഒന്നിച്ചൊക്കെ എടുത്തോ കേട്ടോ. ഇത്രയും റേറ്റ് കുറഞ്ഞ ഇൻസ്റ്റൈലിൻ്റെ നൈറ്റിയൊക്കെ എപ്പോഴും കിട്ടത്തില്ല. ഇത് ഞാൻ കാര്യമായിട്ട് പറഞ്ഞു, എപ്പോഴും കിട്ടത്തില്ല. ഇൻസ്റ്റൈലിൻ്റെ ബ്രാൻഡഡ് നൈറ്റി അത് സുലഭമായിട്ട് അജർക്ക് പ്രിൻറ്റ് കിട്ടുന്നത് വളരെ ചുരുക്കമാണ്. സത്യമായിട്ട് ഞാൻ പറഞ്ഞത് കേട്ടോ. പിന്നെന്താ, ഒരു 3 നൈറ്റി വരെ 60 രൂപ ഷിപ്പിംഗ് ചാർജ് പോകുമെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് കറക്റ്റ് അറിയത്തില്ല, ഞാൻ പറയുക. 3, 5, 10 ഒക്കെ എടുത്തോ, 10, 20 എത്ര എടുത്തോ, ഒരു കുഴപ്പമില്ല. എല്ലാവർക്കും സുഖമാണോ? അപ്പം എനിക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കണം കേട്ടോ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ടാറ്റാ.